പ്രതികരിക്കുന്നുണ്ട്, രക്ഷിക്കാൻ കഴിഞ്ഞില്ല, കുറച്ചുകൂടി നേരത്തെ ചിന്തിക്കാമായിരുന്നു. ഓക്കെ, ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ നമുക്കതൊക്കെ പറയാം. പക്ഷേ അതുല്യ ഈ കാര്യത്തിൽ കുഞ്ഞിനെ ഓർത്ത് ഇതൊക്കെ സഹിച്ചിരുന്നു. വീട്ടുകാർ പലതവണ രക്ഷിക്കാൻ നോക്കിയതാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. കടന്നു വന്ന 11 വർഷത്തിൻ്റെ ഒരു ചെറിയ വിവരം മാത്രമാണ് പിതാവിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ. ദൃശ്യങ്ങളോട് ചേർത്ത് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് നോക്കണം. ജന്മദിനത്തിലാണ്, 10 വയസ്സുള്ള കുട്ടി നാട്ടിലാണ്, അച്ഛനോടും അമ്മയോടും ഈ കാര്യങ്ങൾ നിരന്തരം പറയുന്നതാണ്. ഇനി ഒരു രക്ഷയുമില്ല എന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷേ ഈ സംഭവത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടോ. പക്ഷേ പോലും ദുരൂഹതയുണ്ട്, അതിൽ ദുരൂഹതയുണ്ട് പോലും. 2 ദിവസം കാണും ഈ ദുരൂഹത. 3-ാം ദിവസം ആവുമ്പോൾ പുതിയ കേസ് വരുമ്പോൾ അതിൻ്റെ പുറകെ ആയിരിക്കും. പിന്നെ ഈ കേസ് പോലും ഉണ്ടാവില്ല. ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഒന്നും മിണ്ടാതെ ഒരു മൂലയിൽ ഇരിക്കണമെന്നാണോ? എത്ര സ്ത്രീകളാണ് ഇതുപോലെ ഓരോ പുരുഷന്മാർ കാരണം ഇല്ലാണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കണ്ടു കാണും ഒരമ്മയും കുഞ്ഞും പുഴയിൽ ചാടി മരിച്ചത്. എഗെയിൻ പീഡനം. എന്നിട്ടും എന്താണ് സംഭവിക്കുന്നത്? ഒരു മാറ്റവും ഇല്ല ഇതിനൊന്നും. എനിക്ക് മനസ്സിലാവാത്തത്, എല്ലാവരും പറയുന്നുണ്ടല്ലോ ഈ മരിച്ചു പോയവരോട് പിടിച്ചു നിൽക്കാമായിരുന്നു, കുറച്ചും കൂടിയൊക്കെ ക്ഷമിക്കായിരുന്നില്ലേ. നമ്മുടെ മലയാളികളുടെ ദൈനംദിന ജീവിതത്തിൽ ദിവസവും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഇതുപോലെ ഓരോന്നാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. TV തുറന്നാലാണെങ്കിലും ഫോൺ എടുത്താലാണെങ്കിലും എല്ലാം ഇത് തന്നെ ഉള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ കേട്ട് കാണും ഒരമ്മയും കുഞ്ഞും പുഴയിൽ ചാടി മരിച്ച സംഭവം. ഇത് കുറച്ച് ദിവസത്തേക്ക് ന്യൂസ് ചാനലിലൊക്കെ ഹോട്ട് ന്യൂസ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ മറക്കും. വിഭജിക്കേണ്ട കേസാണെങ്കിലും. എന്നിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്തത്, നമ്മൾ ഈ മരിച്ച ആൾക്കാരോട് പറയുന്നുണ്ട് കുറച്ചും കൂടി സഹിക്കാമായിരുന്നു, പിടിച്ചു നിന്നൂടായിരുന്നു, കുറച്ചും കൂടി ബോൾഡ്നെസ് കാണിക്കാമായിരുന്നില്ലേ, സ്വന്തം കാലിൽ നിൽക്കാമായിരുന്നില്ലേ, സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി പോരാമായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അറിയാത്ത ജീവിതമാണ്. അതുല്യ എന്താണ് അനുഭവിച്ചതെന്നും വിഭജിക എന്താണ് അനുഭവിച്ചതെന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ജഡ്ജ്മെൻറ്റ് ചെയ്യാനുള്ള യാതൊരുവിധ അവകാശവും നമുക്കില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോരുത്തർ രാമായണം എഴുതുന്ന പോലെയാണ് ഓരോന്ന് എഴുതി കൂട്ടുന്നത്. അത് നമ്മൾ അനുഭവിക്കാത്ത ജീവിതമാണ്. നമ്മൾ അനുഭവിക്കാത്ത ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് വെറും കെട്ടുകേൾവിയും കെട്ടുകഥകളും മാത്രമാണ്. എല്ലാ കേസുകളിലും എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാം തന്നെ എല്ലാ പ്രശ്നവും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് അവർ ചെയ്യുന്നത്? പിന്നെ ലാസ്റ്റ് അവർക്ക് എന്തുകൊണ്ടാണ് ഇതുപോലെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വരുന്നത്? ഇത് എനിക്ക് തോന്നുന്നില്ല എല്ലാം അവരെ തെറ്റ് തന്നെയാണെന്ന്. ഒരു പരിധിവരെ വീട്ടുകാരുടെ ഭാഗത്തുകൊണ്ട് തെറ്റും. കാരണം ഉറച്ച ശബ്ദത്തിൽ എന്തുണ്ടെങ്കിലും നീ ഇറങ്ങിപ്പോര്, ബാക്കി നമുക്ക് നോക്കാം എന്ന് ഒരു ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തതും ഒരു വലിയ മിസ്റ്റേക്ക് തന്നെയാണ്. നീ അടുത്ത ഫ്ലൈറ്റ് പിടിച്ചിങ്ങ് പോര്, അല്ലെങ്കിൽ അടുത്ത ബസ് കയറി ഇങ്ങ് പോര് എന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഒരു പരിധി വരെ ഇവരിത് ചെയ്യില്ലായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ വീട്ടുകാർ പറഞ്ഞു കാണും വാ പോര് ഡിവോഴ്സ് ചെയ്യാമെന്നൊക്കെ. അതുല്യൻ്റെ കേസിലാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും പറയുന്നുണ്ട് വാ പോര് ഡിവോഴ്സ് ചെയ്യാമെന്ന്. പക്ഷേ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ അങ്ങ് കുടുങ്ങിക്കിടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ കുത്തും ചവിട്ടും എല്ലാം ചെയ്യുമ്പോഴും ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് കരുതി ഇങ്ങനെ പറയാനുള്ളത് പെൺമക്കളുള്ള വീട്ടുകാരോടാണ്. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ താമസിക്കുന്ന UAE പോലുള്ള കൺട്രികളിലൊക്കെ താമസിക്കുന്നവരോട്. ഇവിടെയെന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് നമ്മളെ നാട്ടിലെ പോലെ ഓടിച്ചെന്ന് പറയാൻ ചിലപ്പം ഇവിടെ ആ സമയത്ത് ആരും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാനിപ്പോൾ 2-3 വർഷമാകുമ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു സോഷ്യൽ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ പോലും ഇവിടെ ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. നമുക്ക് അവരുമായിട്ടൊന്നും ഒരു കണക്ഷനും തന്നെ ഇല്ല. ജസ്റ്റ് കാണുമ്പോൾ ഒരു ഹായ് പറഞ്ഞ് ചിരിക്കുന്നല്ലാണ്ട് അവർക്ക് എന്നെ പറ്റിയോ എനിക്ക് അവരെ പറ്റിയോ ഒന്നും അറിയില്ല. കാരണം എല്ലാവരും ബിസി ലൈഫാണ്. ഡ്യൂട്ടിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വല്ലതും കഴിച്ച് കിടന്നുറങ്ങുന്നു. ഇങ്ങനെയാണ് ഒരു 4 ചുവരുകൾക്കുള്ളിലായിരിക്കും എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സുഹൃത്ത് ബന്ധങ്ങൾ, ഈ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ വളരെ കുറവായിരിക്കും. എല്ലാവർക്കും ഡ്യൂട്ടീൻ്റെയും വേറെ ഓരോ ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും.
എല്ലാവരും ഈ കൂട്ടിലകപ്പെട്ട 4 ചുമരിനുള്ളിൽ കഴിയുന്ന പോലെയാണ് ഇവിടെ ഉള്ളവരുടെ ജീവിതം. ഞാനിപ്പം ഇവിടെ നിൽക്കുന്നിടത്ത് പോലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നേക്കാം അവർ ഈ സ്ഥലം വിട്ട് ഈ ബഹ്റിൻ ഒരു സ്ഥലത്ത് പോലും പോയിട്ടില്ല എന്ന്. കാരണം അവർക്കതിനുള്ള സമയമില്ല. എല്ലാവരും ഓരോരോ ടെൻഷനായിട്ട് നടക്കുകയാണ്. അപ്പം നിങ്ങളെ പെൺമക്കൾക്ക് ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയി കണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ അവരോട് അടുത്ത ഫ്ലൈറ്റിന് തന്നെ അങ്ങോട്ട് കയറി വരാൻ പറയും. അതൊന്നും പറയാത്തിടത്തോളം കാലം ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതുപോലുള്ള ന്യൂസ് ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരും. കാരണം ഇവിടെ ഓപ്ഷൻസ് വളരെ കുറവാണ്. എല്ലാവരും തന്നെ ഈ 4 ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്ന പോലെ ഓരോന്ന് കേൾക്കുമ്പോൾ മക്കളോട് പറയേണ്ടത് അഡ്ജസ്റ്റ് ചെയ്യുക എന്നല്ല. കണ്ടില്ലേ, അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇപ്പം ആർക്ക് പോയി? ആ പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും. അവനിനി കുറച്ച് കഴിയുമ്പോൾ വേറെ കിട്ടും. നിങ്ങൾ പറയും നാട്ടുകാരറിയില്ലേ, ഫാമിലി സ്റ്റാറ്റസ് അറിയില്ലേ, എന്ത് വിചാരിക്കും, നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നൊന്നും അല്ല പറയേണ്ടത്. ഈ പറയുന്ന നാട്ടുകാരാണോ നമുക്ക് ചിലവിന് തരുന്നത്? അവരാണോ നമ്മളെ കാര്യം തീരുമാനിക്കേണ്ടത്? അല്ല, നമ്മളാണ് പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ നമ്മളാണ് എടുക്കേണ്ടത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കും. വിഭജിക്കേൻ്റെ കേസിൽ വിഭജിക്കേൻ്റെ അമ്മ പറയുന്നുണ്ട് ആ കുട്ടിക്കൊരു അച്ഛനെ വേണ്ടേ എന്ന്. നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു അച്ഛനെയാണോ വേണ്ടത്? ആ അതുല്യൻ്റെ കുട്ടിക്ക് അച്ഛനെ പേടിയായിരുന്നു എന്ന്. ഇതുപോലെ അബ്യൂസായിട്ടുള്ള റിലേഷൻഷിപ്പ് കാണുന്ന കുട്ടിക്ക് ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെയുള്ള അടിയും കുത്തും വഴക്കും തന്നെ കാണുന്ന കുട്ടിക്ക് ജീവിതം നരക തുല്യമായിരിക്കും. ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുട്ടിക്കൊരു അച്ഛനുണ്ടായാൽ മതിയോ? അതിലെന്ത് കാര്യമാണുള്ളത്? ആ കുട്ടീൻ്റെ ലൈഫല്ലേ പോകുന്നത് അവിടെ. നിങ്ങൾ ആ കുട്ടീനെയും കൂടിയല്ലേ പറ്റിക്കുന്നത്? ദിവസവും ഇതുപോലെ അടിയും വഴക്കും തന്നെ കാണുന്ന ഒരു കുട്ടിക്ക് മെൻ്റലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഭാവിയിൽ വലിയൊരു ട്രോമ തന്നെയാണ് ഉണ്ടാക്കുക. നിങ്ങളിങ്ങനെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ മുമ്പിൽ നല്ല അച്ഛനും അമ്മയൊക്കെ ആയി അഭിനയിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ശരിക്കും ആരെയാണ് പറ്റിക്കുന്നത്? നിങ്ങളെ സ്വന്തം കുട്ടീനെയാണ് നിങ്ങൾ പറ്റിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ചെങ്കിലും ഇതുപോലെയൊക്കെ അനുഭവിക്കുന്നത് കുറച്ചെങ്കിലും ബോധപൂർവം ഓരോ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കുക. നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? ഇതുപോലെയൊക്കെ റിലേഷൻഷിപ്പ് അനുഭവിക്കുന്നവരാണെങ്കിൽ അടുത്ത സ്പോട്ടിൽ തന്നെ ഒന്നും ആലോചിക്കണ്ട, ഇറങ്ങി പോകാനുള്ളൊരു ധൈര്യമെങ്കിലും നിങ്ങൾ കാണിക്കും. അല്ലാത്ത പക്ഷം ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.